ഹലോ ഗൈസ്, ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ ഗൈസ്. അവസാനം കേരളത്തിലും എത്തി മതഭ്രാന്തിൻ്റെ വേറൊരു വിസിബിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ. കേരളത്തിലെത്തി എന്ന് പറയുന്നത് ശരിയാവില്ല. കേരളത്തിന് എന്ത് കൊമ്പുണ്ട് അല്ലേ ഗൈസ്? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഏത് നൂറ്റാണ്ടിലാണ് ആളുകൾ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ പക്കാ മതപരമായിട്ട് മനുഷ്യത്വം എന്നൊരു സാധനം മാറ്റി വെച്ചിട്ടാണ് ഇവർ ഈ സ്ഥാനത്തേക്കൊക്കെ പോണത്. ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ പൊളിറ്റിക്സ് ആയാലും ശരി, മതമായാലും ശരി, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത്? ആരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയം എന്ന് പറയുന്നത് അത് മനുഷ്യർക്ക് ഗുണപരമായ ഒരു സംഗതി ആവാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണത്? അല്ലേ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, മതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അപ്പോസ്തലികൾ എന്നൊക്കെ പറയുന്ന ആളുകളില്ല. അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ഏത് രാഷ്ട്രീയ മീമാംസ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ ആയിട്ടുള്ള ഒരു ആശയം ആയിക്കോട്ടെ, ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമല്ലേ? മനുഷ്യരുടെ സന്തോഷത്തിന്, മനുഷ്യരുടെ സമാധാനം, മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള മനുഷ്യരെ എന്താ പറയുക, അവർക്ക് സന്തോഷവും സമാധാനം കിട്ടുന്ന രീതിയിൽ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ടും സമാധാനമുള്ളതാക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ, അവരുടെ ജീവിതത്തെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുമല്ല, സ്കൂളിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സ്കൂളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും അത് എൻ്റെ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വരുന്നു ഗൈസ്. പല വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, ടീച്ചേഴ്സ് അല്ലേ, ഇവരൊക്കെ വളരെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന, നമുക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ അച്ഛനും അമ്മയെ പോലുള്ള ടീച്ചേഴ്സൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ, പല എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, പല മതങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. നമ്മുടെ അച്ഛനും അമ്മയെ പോലെയൊക്കെ ആയിരിക്കും. നമ്മളവിടെ സേഫായിരിക്കും. നമ്മളെ കോൺഫിഡൻ്റ് ആക്കുക അവർ, നമ്മളൊന്ന് ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ. അതേപോലെ നമ്മൾ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരുന്ന ആളുകളായിരിക്കും. അതേപോലെ തന്നെ വെറുപ്പൊന്നും ഉണ്ടാവില്ല അവിടെ ആളുകൾ തമ്മിൽ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഞാൻ ആ കുട്ടിയുടെ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയിലെ 13 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടി ഒരു എന്താ പറയുക ഹിജാബ് ധരിച്ചിട്ട് സ്കൂളിൽ വന്നപ്പോൾ അതിൻ്റെ എന്താ പറയുക സമാധാനം മൊത്തം തകർക്കുന്ന രീതിയിൽ രാഷ്ട്രീയപരമായിട്ടും അതേപോലെ തന്നെ മതപരമായിട്ടും അതിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന്ന് എന്താണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് ഗൈസ്, കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. ഇത് വേറെ പല ഉദ്ദേശം വെച്ചിട്ടാണ്. ഞാൻ ആ സ്കൂളിൻ്റെ പേര് പറയാതിരിക്കുന്നതും ഇതിൽ ഇൻവോൾവായ ആളുകളുടെ പേര് പറയാതിരിക്കുന്നതും മനഃപൂർവ്വമാണ്. ഇത് നമ്മുടെ ഒരു കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ എടുക്കാം ഗൈസ്. എന്ത് തേങ്ങയാണ് ഇവിടെ സാറ്റിലെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവനവന് നിങ്ങൾ മതവും തേങ്ങയൊക്കെ വിടും, മതവും രാഷ്ട്രീയവും ഒക്കെ വിടും. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ജെൻഡറും കൂടി ചേർന്നുള്ള കാര്യമായിട്ട് പറയാം. മനുഷ്യർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ എന്താ പറയുക ഇപ്പോൾ മതം സ്വീകരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഉണ്ടാവണ്ടേ? ഇത് ഏത് നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കണത്? ഇവിടെ വ്യക്തിത്വം എന്ന് പറയണതിന് ഒരു പ്രാധാന്യമില്ലേ? കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ പൗരന്മാരാണ് പറയണു അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഞാനൊക്കെ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക വേർതിരിവിൻ്റെ അല്ലെങ്കിൽ ചൂഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ ഒരു ആശയം എന്താ പറയുക തള്ളിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി, ആ കുട്ടിയുടെ ഒരു അരക്ഷിതാവസ്ഥ ആലോചിച്ച് നോക്കി. അവിടെ പി ടി എ എന്ന് പറഞ്ഞ സംഗതി ഒന്നും ഇല്ലേ? എന്തിനാണ് പി ടി എ എന്തിനാ? കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ എന്തിനാ? പി ടി എന്തിനാ? ടീച്ചേഴ്സ് എന്തിനാണ് സിലബസൊക്കെ പഠിപ്പിക്കണത്? സിലബസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ്, ഇതൊക്കെ ആളുകൾ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആളുകളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ? മനുഷ്യരായിട്ട് അംഗീകരിക്കാനും എന്താ പറയുക അവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള മൊത്തത്തിലുള്ള ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടല്ലേ? ഗാന്ധിജി അങ്ങനെയല്ലേ പറഞ്ഞുള്ളത്? എന്തിനാണ് വിദ്യാഭ്യാസം? സ്കൂളുകൾ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ വീടോ ആ രീതിയിലൊക്കെയാണ് കണക്കാക്കണതല്ലേ? ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള സമയത്ത് വീട്ടിൽ പോലും കിട്ടാത്ത കെയർ സ്കൂളുകളിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാനൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആ കുട്ടീനെ ഒറ്റപ്പെടുത്തുകയാണ്. ആ കുട്ടി ഹിജാബ് ധരിച്ച് വന്നിട്ട് ഇവിടെ എന്താ പ്രശ്നം? ഇതിന് വേറൊരു ഐറണി എന്താ അറിയുക ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരു തട്ടം ഇട്ടിട്ടുള്ള
ഒരുത്തിയാണ് പറയുന്നത് എന്ത് തട്ടം മുട്ടിട്ട് സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്ന്. ഇത് ഒരു സ്കൂളിൻ്റെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ പല പരിപാടികളും ഉഡായിപ്പുകളും നിർബന്ധിച്ച് മതപരമായ പല പരിപാടികളും പ്രാർത്ഥനകളും ചെയ്യുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. ഇത് കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, നിർബന്ധിച്ച് ഒരാളെ പ്രാർത്ഥനാ സമയത്ത് എന്താ പറയുക, ഒരു മതത്തിൻ്റെ ഇത് ഫോഴ്സ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പാടില്ല, അന്ന് കുരിശ് വരക്കണമെന്നൊന്നും നിർബന്ധിച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ബാധകമല്ലേ? അതാണ് ഇപ്പോൾ ഇതിലൊരു സംശയം, പ്രധാന സംശയം. പിന്നെ വേറൊരു കാര്യം, ആ ടീച്ചറിൻ്റെ കാര്യം. ടീച്ചറിൻ്റെ അയ്യോ, ഇംഗ്ലീഷ് ടീച്ചറാണില്ലേ? ഇംഗ്ലീഷ് ടീച്ചർ എന്താ പറയണത്? ഗ്രാമർ മിസ്റ്റേക്കുള്ള രീതിയിലാണ് പറയണത്. എന്തായാലും നന്നായിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ടീച്ചേഴ്സിനെയൊക്കെ, ഇപ്പം ഞാനൊക്കെ ടീച്ചേഴ്സിനെയൊക്കെ ഉത്തമ പുരുഷകളായിട്ടൊക്കെ കരുതിയിരുന്നു. അതായത് ആ ടീച്ചറിനെ കണ്ടുപഠിക്കണം, ആ ടീച്ചർ റോൾ മോഡലാണ്, ആ ടീച്ചറുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, നമുക്കൊരു ദിശാബോധം നൽകാനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. നമ്മുടെ ഗാർഡിയനാണ് ടീച്ചർ, അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു. നല്ല ഗാർഡിയനാണ് എന്തായാലും. ഇവരുടെ ക്ലാസ് റൂമുകളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വേർതിരിവില്ലേ? നമ്മൾ സ്കൂളുകളിൽ പൊതുവേ കണ്ടുള്ള സംഗതി എന്താ വെച്ചാൽ ആണ് പെണ്ണ് എന്നുള്ള രീതിയിലൊരു വേർതിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ ഉള്ള വേർതിരിവുകൾ, ദുഷിച്ച രീതിയിലുള്ള ഈ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത് ഇത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അപചയം എന്നല്ല, അതിനെന്താ പറയുക, ഒരു നാശത്തിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. നാശത്തിലേക്ക്. ഇത് ഏത് നൂറ്റാണ്ടാണ്? അതന്നെയാണ് സംശയം. എൻ്റെ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അവരവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ സ്കൂളിൻ്റേതായ ഒരു യൂണിഫോം എന്നുള്ളൊരു സംഗതി ഉണ്ട്, ശരിയാണ്. പക്ഷേ യൂണിഫോം ഉണ്ട് എന്നതുകൊണ്ട് മതപരമായ രീതിയിലുള്ള ഒരു സംഗതി ധരിച്ചിട്ട് വരാൻ പാടില്ല എന്ന് ഇവിടെ എന്തിനാണ് ഇവർ ഇങ്ങനെ നിഷ്കർഷിക്കണത്? അതും ആ ടീച്ചർ മതപരമായിട്ടുള്ള വേഷം ധരിച്ചിട്ടല്ലേ നിൽക്കണത് അവിടെ. അപ്പോൾ ആ ടീച്ചറിന് എന്താവുക അല്ലേ? ഇത് മറ്റേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഗൈസ്, എന്താ കാരണവർക്ക് അടുപ്പിലും ആവാം എന്നുള്ള സംഗതിയില്ലേ. ബാക്കിയുള്ളവർ ചെയ്താലാണ് ഇതിൻ്റെ പ്രശ്നം. ഇതെന്താ കാര്യം എന്നറിയോ? ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ അവർ അടിമകളായിട്ടും അവരുടെ കുറേ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള എന്തൊക്കെ ഒരു സംഗതിയായിട്ടും ഒരു ഒബ്ജക്റ്റായിട്ടും ഒക്കെ കാണുന്നതിൻ്റെ പ്രശ്നമാണ് തോന്നുന്നത് ഗൈസ്. പിന്നേക്ക് വന്നത് വേറെ പല കാര്യങ്ങളും കൂടി, ഇലക്ഷനൊക്കെ അല്ലേ കൺമുന്നിലേ, അപ്പോൾ അതിലേക്കുള്ള ഒരു സംഗതിയൊക്കെ ആയിരിക്കും ഇത് വേറെ പലരും പറയുന്നുണ്ടായിരുന്നല്ലോ, ഇതിൽ വേറെ കുറേ ശക്തികളുണ്ട്, ഇവിടുന്ന് പൈസ വാങ്ങിയിട്ട് ഇവർ ഇന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അങ്ങനെ ഇങ്ങനെ. അതൊന്നും അറിയില്ല. ഞാൻ അതിലേക്കൊന്നും പോകാനും ആഗ്രഹിക്കുന്നില്ല, ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. സംഗതി ഇത്രയേ ഉള്ളൂ. ഫ്രീഡം, ചോയ്സ് എന്ന് പറയുന്ന സംഗതികളില്ലേ, ഇതിൽ ഇത്രത്തോളം ഫോഴ്സ് ചെയ്തിട്ട് ആളുകളെ മെരുക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന പോലെ തന്നെ ആവണം എന്നൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു PTA ഉണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് ഇതുള്ളത്, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ കുട്ടികളെ വെച്ചിട്ടല്ല ഇമ്മാതിരി ചീഞ്ഞ പൊളിറ്റിക്സ് ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാനെന്തായാലും എന്താ പറയുക, എനിക്കിതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴേ സത്യം പറയണത് ഭയങ്കരമായിട്ട് എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി. സ്കൂളിൽ നിന്നുള്ളൊരു അതിൻ്റെ ഉള്ളിലാണ് ഇമ്മാതിരി കളികൾ കളിക്കണത്. കഷ്ടം.